നമസ്കാരം. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഇന്നയാൾക്ക് എന്ന് പറഞ്ഞ് നമുക്കൊരു ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ തന്നെ പ്രവർത്തിച്ചവരാണ്, സഹകരിച്ചവരാണ്. എന്നാലും നമ്മുടെ ഇന്ത്യൻ ആർമിയെ നമുക്ക് എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് ഓരോരുത്തർക്കും. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം വല്ലാത്തൊരു വേദനയും ഒരു ബുദ്ധിമുട്ടുമൊക്കെ എന്നിലുണ്ടാക്കി. എടുത്തു പറയുകയാണ്, ഇവിടുത്തെ പോലീസ് സേനയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചത്. അവരെ അഭിനന്ദിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ വീഡിയോ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താത്തത്, ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടു, ഇനി ഇദ്ദേഹത്തിൻ്റെ മുഖം ഈ വീഡിയോയിൽ കാണിച്ചാൽ ശീതളിൻ്റെ ചാനൽ കാണുന്നത് അങ്ങ് നിർത്തും എന്ന് പറഞ്ഞു. അത്രത്തോളം ആളുകൾ വെറുത്തു തുടങ്ങി ആ മുഖം കാണാൻ പോലും എന്ന കമൻറ്റിലൂടെ എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിലുമൊക്കെ ഇന്ത്യൻ ആർമിയുടെ അഭിമാനകരമായ ആ പ്രയത്നം, നേട്ടം നമ്മളെല്ലാവരും കണ്ണിൽ കണ്ടതാണ്. അവർക്കൊരു പ്രത്യേക പുകഴ്ത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ല ഇന്നത്തെ പ്രധാന കാര്യവും. ഇവരുടെ പുകഴ്ത്തലിന് വേണ്ടിയല്ല അവർ അവരുടെ കടമ ചെയ്യുന്നത്. അത് മറ്റൊരു കാര്യം. നാണവും നന്ദിയും ഇല്ലാത്ത ആളുകളാണ് ഇവിടെ നമ്മളെ ഭരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്ന് എടുത്തു പറയേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. പ്രധാനമായും എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. മലയാളിയായിട്ട് ജനിച്ച ഒരാൾക്ക് സഹിക്കാൻ കഴിയാത്ത വാർത്ത. അതായത് ഇന്ത്യൻ മിലിറ്ററി ചെയ്യാൻ മടിച്ച ഒരു കാര്യം ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുത്ത് ചെയ്തു. അവർക്ക് നന്ദി പറഞ്ഞു സൈന്യം എന്നൊരു വാർത്ത ഒരു മലയാള ദിനപത്രത്തിൽ വന്നിരിക്കുകയാണ്, ദേശാഭിമാനിയിൽ. അതിനെതിരെയും സൈന്യം പ്രതികരിക്കുന്നതായിട്ടുള്ള വാർത്തകളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ അവരുടെ ഉത്തരവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സേനയല്ല ഇന്ത്യൻ ആർമി. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ച ഒരു വാചകം ഞാൻ കടമെടുക്കുകയാണ്. ഒരു ദുരന്ത സ്ഥലത്ത് ഒന്നാമത് ഓടിയെത്തുന്നവന് ട്രോഫി എന്നൊരു സിസ്റ്റം അല്ല. അവിടെ പരസ്പരം സഹകരിച്ച് സംഘടന ഏതാണ്, പാർട്ടി ഏതാണെന്നൊക്കെ മറന്നുകൊണ്ട് ഒരേ ഒരു വികാരത്തോടു കൂടിയാണ് എല്ലാവരും പ്രയത്നിച്ചത്. അപ്പോൾ ആ വാർത്ത കേൾക്കാത്തവർക്ക് അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വായിച്ചു തരാം. അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സൈന്യം മടിച്ചു, യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുത്തു. സൈന്യം മടിച്ചയിടത്ത് പരിശോധന നടത്തി യൂത്ത് ബ്രിഗേഡ്. വെള്ളിയാഴ്ച രാത്രി മുണ്ടക്കൈയിലാണ് ഡിവൈഎഫ്ഐ സേവന സന്നദ്ധതയുടെ പുതുചരിത്രം രചിച്ചത്. യുവതയുടെ ആത്മാർത്ഥതയ്ക്കൊടുവിൽ സൈന്യത്തിൻ്റെ സല്യൂട്ട്. ഇവരെ എന്ത് പറയാനാണ്? ഇവരെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും കാര്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ദഹിക്കാഴിക ഭയങ്കരമായിട്ട് അങ്ങ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടു കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മാലയിട്ട് ആനയിച്ച കാപ്പ കേസ് പ്രതിയുടെ പിറന്നാൾ എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട്, നമ്മുടെ കേരളത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ, വെല്ലുവിളിക്കുന്ന തരത്തിൽ, പോലീസിനെയും നിയമത്തിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കുറേ പേര് കൂട്ടം ചേർന്ന് നടു റോഡിൽ ആഘോഷിക്കുന്നത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിൽ എപ്പോഴേ പിടിച്ചകത്തിട്ടേനെ. അവിടെ ഒരു പോലീസിനെയും MVD ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും ദുഃഖത്തിൽ നാട് കഴിയുമ്പോൾ ഇത്രയും വലിയൊരു ആഘോഷം, എന്നിട്ട് ഒരു വിവരം കെട്ട നേതാവ് പറയുകയാണ് ഞങ്ങളുടെ സംഘടനാശേഷി കാണിച്ചതാണെന്ന്. ഈ വിവരദോഷത്തിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനാണ്? ഇതിന് മറുപടി പറയുകയല്ല, ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്തില്ലെങ്കിലേ അവരെ കൈയടിച്ച് സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും, അല്ലെങ്കിൽ നമ്മളൊക്കെ അവരെ പേടിച്ച് കഴിയുകയാണ് എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാകാനും കാരണമാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നത്. എന്നും ഒരു ദുരന്തമായി വയനാട്ടിലെ ആ ഒരു വേദന നമ്മുടെ മനസ്സിലുണ്ടാകുമെന്നൊക്കെ മുഖ്യമന്ത്രി ഇന്ന് വാചാലനാകുന്നതൊക്കെ കണ്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കണ്ടു, മുഖ്യമന്ത്രി 1 ലക്ഷം രൂപ സംഭാവന കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഭാര്യ 33,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തെന്ന്. അപ്പോൾ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയതാണ്, മകളുടെ ഒരു ആവശ്യത്തിന് പെൻഷൻ പണം എടുത്താൽ കൊടുത്തതെന്ന് പറഞ്ഞു. കോടികളുടെ ഒരു ആസ്തിയാണ് അവിടെ നിക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. കോടികളാണ് അവിടെ എടുത്തു കൊടുത്തെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. വേറെ പണമൊന്നുമല്ല, ആരുടെ അടുത്തൊന്നും കൈക്കൂലി മാസപ്പടിയൊന്നും വാങ്ങിച്ചതല്ല. എൻ്റെ ഭാര്യ പെൻഷനായപ്പോൾ കുറച്ച് കോടികൾ കിട്ടി, അതെടുത്ത് മോക്ക് കൊടുത്തിട്ട് നീ ഒരു പെട്ടിക്കട എന്തെങ്കിലും തുടങ്ങി ഒരു ചായ വിറ്റാണെങ്കിലും ജീവിക്ക് എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ആൾക്ക്, അവിടെ കോടികളെടുത്ത് ഒഴുക്കാനുള്ള ആൾക്ക് ഒരു ദുരിതാശ്വാസ നിധിയിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് സ്വന്തം ഭർത്താവ് മുഖ്യമന്ത്രി ആയിരിക്കെ സംഭാവന കൊടുക്കേണ്ട തുക 33,000 ആണോ എന്നൊരു സാധാരണക്കാരി, തികച്ചും സാധാരണക്കാരി എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലൊരു സംശയം വന്നു. നിങ്ങൾക്കൊക്കെ ആ സംശയം വന്നു എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ.
പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ രാഷ്ട്രീയ വൈരാഗ്യമോ വിരോധമോ ഒന്നും തീർക്കാൻ ഈ ഇന്ത്യൻ ആർമി എന്നുള്ള ഒരു വാക്കോ അല്ലെങ്കിൽ ഈഗോയും കോംപ്ലക്സും ഒക്കെ പ്രകടിപ്പിക്കാൻ ആർമിയെ കൂട്ടുപിടിക്കുന്ന ഒരു ഏർപ്പാട്, അത് ഭയങ്കര പുച്ഛം തോന്നുക, നിങ്ങളുടെ അടുത്ത് സഹതാപം തോന്നേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ ആർമി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അധീനതയിലുള്ള ഒരു സംഭവമല്ല. അപ്പോൾ മിലിറ്ററിക്ക് കഴിയാത്ത, സേനയ്ക്ക്, നമ്മുടെ ആർമിക്ക് കഴിയാത്ത കാര്യം ഡിവൈഎഫ്ഐക്കാരുടെ യൂത്ത് ബ്രിഗേഡ് ചെയ്തു എന്ന് പറയുമ്പം അർജുനെ തിരയാൻ വേണ്ടി ആദ്യം ഇവരെ വിട്ടാൽ മതിയായിരുന്നല്ലോ ഒരു ബാച്ച്. ഇത്രയും മിലിറ്ററിയിലും കവിഞ്ഞ കായികമായിട്ടുള്ള കരുത്ത് അവർക്കുണ്ട്. അത് സംഭവിച്ചു, നമ്മൾ പലയിടത്തായിട്ട് കണ്ടതാണ്. മനസ്സുറപ്പും ഉളുപ്പില്ലായ്മയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള അവരെ വിടേണ്ടതായിരുന്നു. കാരണം നമുക്കിപ്പം അർജുനെ കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഇവർ വലിയ സേവനം കാഴ്ചവെക്കുമെങ്കിൽ നമുക്കൊരു നേട്ടമല്ലേ. ഈ ദേശാഭിമാനി പത്രത്തിൽ എന്നിട്ട് സൈന്യത്തിനെതിരായിട്ട് എന്തുവാടെ ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള സ്ഥലമാണോ എന്നാണ് ചോദിക്കാനുള്ളത്. വളരെ പുച്ഛം തോന്നുന്നു. നമ്മൾ കണ്ടായിരുന്നു ആ വാർത്ത. റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഒരു സിഗ്നൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടി. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് മണ്ണും കല്ലും ഒക്കെ പൊതിഞ്ഞ് കിടന്നതുകൊണ്ട് അവിടേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. മണ്ണുമാന്തി യന്ത്രം പോലും അവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അവിടെ നിന്ന് മടങ്ങിയില്ല. കലുങ്കിൽ ഇറങ്ങണമെന്ന ആവശ്യം മുഖവിലക്കെടുക്കാതെ സൈന്യം മടങ്ങാനൊരുങ്ങി. ഇതേ ചൊല്ലി പ്രദേശവാസികളും സൈനികരും തർക്കമായി. ഈ സമയം തങ്ങൾ കലുങ്കിലിറങ്ങാമെന്ന് പറഞ്ഞ് DYFI ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുന്നോട്ട് വന്നു. ഇതാണ് വാർത്ത. നമ്മൾ മറ്റൊരു മീഡിയയിലും കണ്ടില്ല. മാധ്യമങ്ങളിലൂടെ അവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇങ്ങനൊരു തർക്കമുണ്ടായതെന്നോ അല്ലെങ്കിൽ സൈന്യം ഇവരുടെ അടുത്ത് അവസാനം ഇവരെ സല്യൂട്ട് ചെയ്തെന്ന് എന്തൊക്കെ തള്ളി മറിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് നിങ്ങളുടെ വില ഇടിക്കുന്ന ഏർപ്പാടായത്. സ്വന്തം വില കളയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിത് മാത്രം. അതിന് ചുക്കാൻ പിടിക്കുകയാണ് ദേശാഭിമാനിയും കൈരളിയും. ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇന്ത്യൻ ആർമി ആർക്ക് വേണ്ടിയാണ് അവരിവിടെ വന്നത്? അവരുടെ ജനങ്ങളെ സംസ്ഥാന ഭേദമന്യേ സംരക്ഷിക്കുന്ന സേനയാണ്. അവരെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടിയിട്ട് പോലീസാണ് എല്ലാം ചെയ്തത്, അല്ലെങ്കിൽ DYFIയുടെ യൂത്ത് ബ്രിഗേഡാണ് എല്ലാം ചെയ്തത് എന്നിങ്ങനെ ഈ ഒരു ദുരന്തം പോലും മുതലെടുക്കുന്ന നിങ്ങളുടെ അടുത്ത് എന്ത് പറയാനാണ്? ഇതിനേക്കാളൊക്കെ കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പം എൻ്റെ ചാനലും എനിക്ക് പൂട്ടേണ്ടതായിട്ട് വരും. അത്ര വലിയ ഒരു രക്തത്തിളപ്പാണ് നമുക്ക് ഇവരെ സംബന്ധിച്ച വാർത്തകൾ ഉണ്ടാകുമ്പോൾ. ഇത് മാത്രമല്ല, ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കലുങ്ക് പരിശോധിക്കാൻ സൈന്യത്തിന് നിർദ്ദേശമെത്തി. റഡാറിൽ സിഗ്നൽ ലഭിച്ചാൽ സമീപ ഭാഗങ്ങളിലും പരിശോധിക്കണം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സൈന്യത്തിന് നിർദ്ദേശമെത്തിയെന്ന് വിവരമുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ എന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കേൾക്കാൻ നിൽക്കുകയാണോ മിലിറ്ററി? വിവരദോഷം ആവശ്യത്തിന് കയ്യിലുണ്ടെന്നറിയാം, പക്ഷെ സ്ഥലവും തരവും സന്ദർഭവും ഒക്കെ നോക്കി വേണം അത് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില ഈ പ്രസ്ഥാനം തൂക്കി വിറ്റാൽ പോലും ചിലപ്പോൾ കിട്ടില്ല.